ഓം ഹരി. ഇനി നമുക്ക് പരതപ്രമാണം എന്ന് വെച്ചാൽ എന്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പണ്ട് കാലത്ത് ഈ സംസ്കൃതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ളവൻ്റെ ഭാഷയായിരുന്നു. ഇന്ന് ഇംഗ്ലീഷാണ് വിദ്യാഭ്യാസമുള്ളവൻ്റെ ഭാഷ. ഇതുപോലെ പണ്ട് സംസ്കൃതമായിരുന്നു വിദ്യാഭ്യാസമുള്ളവൻ്റെ ഭാഷ. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? അവരെ പഠനകാലത്തിന് ശേഷം സംസ്കൃതത്തിൽ അങ്ങ് പുസ്തകങ്ങൾ എഴുതും. ശ്ലോകങ്ങൾ, പുസ്തകങ്ങൾ, സുഭാഷിതങ്ങൾ, ഇതൊക്കെ ഒരുപാട് എഴുതും. ഈ വരുന്ന ഒരു കുഴപ്പം, ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഓരോരുത്തരും ഈ സംസ്കൃതത്തിൽ എന്തെഴുതിയിട്ടുണ്ട് അത് പ്രമാണമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. സംസ്കൃതത്തിൽ എഴുതുന്നതൊന്നും പ്രമാണമല്ല, എഴുതുന്നത് എല്ലാം പ്രമാണമല്ല. പ്രമാണങ്ങളെല്ലാം സംസ്കൃതത്തിലാണ്, പക്ഷേ സംസ്കൃതത്തിലുള്ളതെല്ലാം പ്രമാണങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാറ്റിനെയും പ്രമാണമായി എടുക്കരുത്. സംസ്കൃത ഭാഷ അറിയാവുന്നവരൊക്കെ എഴുതിയിട്ടുണ്ടാവും, അതൊക്കെ പ്രമാണമായിട്ട് എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പെട്ടുപോകും. അതിനാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വ്യക്തത വരാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വതപ്രമാണമെന്ന് പറയുന്നത് 4 വേദങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പരതപ്രമാണം. അപ്പോൾ ഈ പരതപ്രമാണമെന്ന് പറയാൻ കാരണം, ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ സ്ഥാപിക്കണം, അത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഈ സ്വതപ്രമാണത്തിനകത്ത്, സ്വതപ്രമാണ സംസ്കൃതം വൈദിക സംസ്കൃതമല്ലേ, അത് ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് പഠിച്ചവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ വേദങ്ങൾക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അറിയേണ്ട കാര്യങ്ങളെയെല്ലാം അവരെടുത്തും ഒന്ന് വേർതിരിച്ചിട്ട് അതെല്ലാം കൂടെ നമുക്ക് വേറെ ഗ്രന്ഥങ്ങളായിട്ട് തന്നു. അതായത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ദൈനംദിന ആവശ്യം, എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ദൈനംദിന കാര്യങ്ങളിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വേർതിരിച്ച് നമുക്ക് വേറെ ഗ്രന്ഥങ്ങളാക്കി നമുക്ക് തന്നു. അവയെയാണ് പരതപ്രമാണം എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം, വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ട്. അംഗങ്ങൾ, ആ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇങ്ങനെയാണ് 6 എണ്ണം. അപ്പോൾ ഈ 6 എണ്ണം, ശിക്ഷ എന്ന് പറഞ്ഞാൽ ഉച്ചാരണ ശിക്ഷയാണ്. എങ്ങനെയാണ് വാക്കുകൾ ഉച്ചരിക്കുക, ആ ഓരോ അക്ഷരങ്ങളും എങ്ങനെ ഉച്ചരിക്കണം. അധ്യാപകൻ, വിദ്യാർത്ഥി എന്നൊന്നും പറയാൻ പാടില്ല. അധ്യാപകൻ, വിദ്യാർത്ഥി എന്നൊക്കെയാണ് പറയുക. നമ്മൾ തെറ്റിച്ചാണ് പലതും ഉച്ചരിക്കുക. അപ്പോൾ ആദ്യം ഉച്ചരിക്കാൻ പഠിക്കണം. ആ അക്ഷരങ്ങളും വാക്കുകളും വിസർഗവും അനുസ്വാരവും ഒക്കെ ഉച്ചരിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ അർത്ഥത്തിന് വ്യത്യാസം വരും. അങ്ങനെ ഉച്ചരിക്കാൻ പഠിക്കുന്നതിനെയാണ് ശിക്ഷ എന്ന് വിളിക്കുന്നത്. അടുത്തത് കൽപ്പം. കൽപ്പസൂത്രങ്ങളെന്ന് പറയുന്നത് യജ്ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിശദീകരണങ്ങളാണ് കൽപ്പം. അടുത്തത് വ്യാകരണം, അതറിയാമല്ലോ, ഗ്രാമറാണ്, സംസ്കൃത ഭാഷയുടെ ഗ്രാമറാണ് വ്യാകരണം. പിന്നെ അടുത്തത് നിരുക്തം. നിരുക്തം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ വാക്കുകൾ, അവയുടെ അർത്ഥം എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞു വന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് കാണിക്കുന്ന ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് നിരുക്തം. നിരുക്തം. അടുത്തത് ഛന്ദസ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ, നമ്മൾ മലയാളത്തിൽ വൃത്തമെന്ന് പറയില്ലേ, വസന്തതിലകം, വിയോഗിനി എന്നൊക്കെ പറഞ്ഞ് കുറേ വൃത്തങ്ങളുണ്ടല്ലോ, ഏതാണ്ട് അതുപോലെയാണ്. ആ പേരുകളൊന്നും അല്ല, ഏതാണ്ട് അതുപോലെയാണ്. ഗായത്രി, അനുഷ്ടുപ്പ്, ത്രിഷ്ടുപ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട 7 ഛന്ദസ്സുകളുണ്ട്. എന്നിട്ട് ഈ 7 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിട്ട് ഒരുപാട് ഛന്ദസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഛന്ദസ് എന്ന് പറയാൻ കാരണം, അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനനുസരിച്ച് അത് ഉച്ചരിക്കുമ്പോൾ പ്രാണോർജം ഉണ്ടാകുന്നുണ്ട്. പ്രാണ ഊർജം ഉണ്ടാകത്തക്ക രീതിയിലാണ് നമ്മുടെ സംസ്കൃതത്തിൽ, പ്രത്യേകിച്ചും വേദങ്ങളിലെ വാക്കുകളിൽ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വേദങ്ങളിലെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അഗ്നി മീഡേ എന്ന് പറയുമ്പോൾ ആ, അതിനുശേഷം നി
അതിനുശേഷം മീ, അതിനുശേഷം ഡേ. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ കാരണം എന്താ? ഇത് അഗ്നിമീഡേ എന്നുച്ചരിച്ചു കഴിഞ്ഞാൽ പ്രാണോർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാവണം ഒരു പ്രത്യേക അളവിൽ. അങ്ങനെയാണിത് ഈ മന്ത്രങ്ങൾ രചിച്ചിരിക്കുന്നത്. ഈശ്വരൻ്റെ രചനയല്ലേ, അതങ്ങനെയല്ലേ ആവാൻ വഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ഛന്ദസ്സിലും പെട്ട മന്ത്രങ്ങളുണ്ട്. ഓരോ മന്ത്രത്തിനും ഓരോ ഛന്ദസ്സുണ്ട്. അപ്പോൾ ഛന്ദസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകും ഇത് നമ്മൾ ഉച്ചരിച്ചാൽ എത്ര പ്രാണോർജം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഛന്ദസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഗായത്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ ഗായന്തം ത്രായതേ, ജപിക്കുന്നവൻ്റെ പ്രാണങ്ങളെ രക്ഷിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രാണോർജമുണ്ടല്ലോ, അതിനെ ബലപ്പെടുത്തുന്നതാണ് ഗായത്രി. അപ്പം നമ്മുടെ ശരീരത്തിലെ പ്രാണ ഊർജമുണ്ടല്ലോ, വൈറ്റൽ ഇലക്ട്രിസിറ്റി, വൈറ്റൽ ഫോഴ്സ്, ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്ന സാധനം, അതാണ് ശരീരത്തിലെ എല്ലാ ധർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാണ ഊർജത്തെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ് ഗായത്രി എന്ന് വിളിക്കുന്നത്. ഗായന്തം ജപിക്കുന്നവനെ, ത്രായതേ രക്ഷിക്കുന്നത്. ജപിക്കുന്നവനെ രക്ഷിക്കുന്നതെന്നല്ല, ജപിക്കുന്നവൻ്റെ പ്രാണങ്ങളെ രക്ഷിക്കുന്നത്. ജപിക്കുന്നവൻ്റെ പ്രാണങ്ങളെ രക്ഷിക്കുന്നത്, അതായത് അവൻ്റെ ശരീരത്തിലെ പ്രാണ ഊർജത്തെ ബലപ്പെടുത്തുന്നതായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഗായത്രി. ഇതുപോലെയാണ് അനുഷ്ടുപ്പ്, ത്രിഷ്ടുപ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇത് ആ ഛന്ദസ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ മന്ത്രം ജപിച്ചാൽ എന്തു ഫലമുണ്ടാകും എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ ദുഷിച്ച പ്രാണനെ, നെഗറ്റീവ് പ്രാണനെ ഇല്ലാതെയാക്കുകയും നല്ല പോസിറ്റീവ് പ്രാണനെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് അനുഷ്ടുപ്പ് എന്ന് ആ ഛന്ദസ്സിന് പേര് പറയുന്നത്. 7 ഛന്ദസ്സുകളാണുള്ളത്, അതിലൊന്നാണ് അനുഷ്ടുപ്പ്, അതിലൊന്നാണ് ഗായത്രി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗായത്രി. അപ്പോൾ അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതെയാക്കുകയും പോസിറ്റീവ് ഊർജത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം, നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം. ഷ്ടുപ് സർജനി എന്നൊരു പ്രമാണം പറയാറുണ്ട്. ഷ്ടുപ്പ് എന്ന് പറഞ്ഞാൽ ചീത്ത ശക്തികളെ ആട്ടി ഓടിക്കുന്നത്, പുറത്താക്കുന്നത്. അപ്പോൾ ഈ അനുഷ്ടുപ് ഛന്ദസ്സിലാണ് ആ മന്ത്രം എന്നാരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ മന്ത്രം ജപിച്ചാൽ നെഗറ്റീവായ പ്രാണോർജങ്ങളെ നമുക്ക് പുറത്തു കളയാനും പോസിറ്റീവായ പ്രാണോർജത്തെ ബലപ്പെടുത്താനും പറ്റും എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഇങ്ങനെ 7 ഛന്ദസ്സുകൾ വേദത്തിനുണ്ട്. പ്രധാനപ്പെട്ട 7 അതിനെ മൂലഛന്ദസ്സുകളെന്നാണ് പറയുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും. അനുഷ്ടുപ്പും ത്രിഷ്ടുപ്പും കൂടെ ചേർക്കും, അനുത്രിഷ്ടുപ്പ് എന്ന് പറയും. ഗായത്രിയും മറ്റൊരു ഛന്ദസ്സും കൂടെ നമുക്ക് ചേർക്കാം, ബൃഹതിയും ഗായത്രിയും കൂടെ ചേർക്കാം. അപ്പോൾ ബൃഹതി ഗായത്രി എന്ന് പറയും. അങ്ങനെ മിക്സ് ചെയ്ത് ഒരുപാട് ഛന്ദസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഛന്ദശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രം, അതിനെയാണ് ഛന്ദശാസ്ത്രം എന്ന് പറയുക. അപ്പോൾ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, 6ാമത്തേത് ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന അസ്ട്രോണമി, അസ്ട്രോളജി, ഇത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് ജ്യോതിഷം എന്ന് വൈദിക സാഹിത്യത്തിൽ പറയുന്നത്. കാരണം ഈ വൈദിക കാലത്ത് ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ ശാസ്ത്രമായിരുന്നു. പിന്നീട് അത് വികസിച്ചു വന്നപ്പോൾ രണ്ടും രണ്ടായി. അസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം വേറെയായി, അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം വേറെയായി. രണ്ടും രണ്ടായിട്ടങ്ങ് തിരിഞ്ഞു. ആദ്യകാലത്ത് ഒറ്റ ശാസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതിനെ ജ്യോതിഷം എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഇത് 6 വേദത്തിൻ്റെ അംഗങ്ങളെന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് വേദത്തിൻ്റെ 6 ഉപാംഗങ്ങളെന്ന് പറയുന്ന 6 ഉണ്ട്. അത് വളരെ പ്രധാനമാണ് നമുക്ക്. അവ ഏതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം.